നമസ്കാരം, ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 167ാമത്തെ എപ്പിസോഡാണ്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ധർമ്മം അയാൾ ശരിയായിട്ട് ചെയ്താൽ എന്തായിരിക്കും അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയാണ്. ഞാൻ അത്തരത്തിലുള്ള ഒരാളാണെന്നാണ് എൻ്റെ വിശ്വാസം, പൂർണ്ണമായ വിശ്വാസം. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഞാൻ എൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് എൻ്റെ ധർമ്മം കഴിവേണ്ട പരമാവധി ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇക്കാര്യത്തെപ്പറ്റി ഇനി പരിശുദ്ധ ബൈബിള്, പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഹിന്ദു പുരാണങ്ങൾ, ബുദ്ധമതം ഇവ എന്തൊക്കെയാണ് പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ടൈറ്റില് ഡൂയിങ് അവർ ഡ്യൂട്ടി, വാട്ട് ഹാപ്പൻസ്, അതാണ് ഇതിൻ്റെ ടൈറ്റിൽ. ഇനി ആദ്യമായി പരിശുദ്ധ ബൈബിൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ബൈബിൾ അനുസരിച്ച് ഓരോ മനുഷ്യരും അവർക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ വരദാനങ്ങൾ മറ്റുള്ളവരെ സേവിക്കാൻ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. മാത്രമല്ല, ദൈവഭയത്തോട് ജീവിക്കുന്നതും ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ അനുസരിക്കുന്നതും ഒരു മനുഷ്യൻ്റെ കടമയാണെന്നും ബൈബിൾ ഉപദേശിക്കുന്നുണ്ട്. ഇനി ഈശ്വരനിലുള്ള വിശ്വാസം, പുരാണങ്ങൾ പഠിക്കുക, പ്രാർത്ഥനകൾ പരിശീലിക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങൾ തങ്ങളാൽ കഴിയും വിധം സഹായിക്കുക തുടങ്ങിയ ബൈബിളിൽ പറയുന്നതാണ്. ഇനി പരിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത് നോക്കാം. താഴെ പറയുന്ന 5 പ്രധാന കാര്യങ്ങളാണ് ഖുർആൻ അനുശാസിക്കുന്നത്. ഒന്നാമത്, അല്ലാഹുവിൽ മാത്രമുള്ള ഉറച്ച വിശ്വാസം. രണ്ടാമത്, 5 നിരയുള്ള നിസ്കാരങ്ങൾ. മൂന്നാമത്, പാവങ്ങൾക്ക് നമ്മുടെ വരുമാനത്തിൽ ഒരു ഭാഗം സക്കാത്ത് നൽകുക എന്നാണ് പറയുന്നത്, അത് ചെയ്യണം. പിന്നെ റംസാൻ മാസങ്ങളിൽ ആരോഗ്യമുള്ളവർ, രോഗികളും കുട്ടികളും ഒഴിച്ച് നോയമ്പെടുക്കണം. റംസാനിൽ 1 മാസം നോയമ്പെടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഹജ്ജ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. ഇവയൊക്കെയാണ് പിന്നെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ലഹരികൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുതെന്നും ഖുർആനിൽ പറയുന്നുണ്ട്. ഇനി പരിശുദ്ധ ഭഗവത്ഗീതയിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. താഴെ പറയുന്ന കാര്യങ്ങൾ പ്രധാനമായും ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിരുന്ന ധർമ്മങ്ങൾ. ഒന്നാമത്, ഈശ്വര വിശ്വാസം. രണ്ടാമത്, വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും പഠിക്കുക. പിന്നെ മറ്റുള്ളവർക്ക് ദാനം നൽകുക. അതേപോലെ തന്നെ വീട്ടിൽ വരുന്ന അതിഥികളെ ബഹുമാനിക്കണം. നമ്മൾ ദൈവത്തെ പോലെ കാണണമെന്നാണ് പറയുന്നത്. അവരെ പൂജിക്കുകയും ചെയ്യണം. അതിഥി ദേവോ നമഃ എന്നൊരു ഇത് തന്നെ ഉണ്ട്. അതുപോലെ മാത്രമല്ല, ധ്യാനം കൊണ്ടും നമുക്ക് ധർമ്മം ചെയ്യുന്നത് കൊണ്ടും നമുക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. പിന്നെ വേറൊരു പ്രധാന കാര്യം, ഹിന്ദു പുരാണങ്ങൾ പറയുന്ന ഒരാൾ ധർമ്മത്തെ രക്ഷിച്ചാൽ അയാളെ തിരിച്ച് ധർമ്മവും രക്ഷിക്കുമെന്ന് തന്നെയാണ്. അതൊക്കെ എനിക്കും അനുഭവമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ധർമ്മം അനുസരിച്ച് ജീവിച്ചാൽ നമ്മളെ ഒരിക്കലും ദൈവം കൈവിടത്തില്ല. നമ്മുടെ ആവശ്യങ്ങളും അപകടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ദൈവത്തിൻ്റെ ഒരു കരം നമ്മളെ രക്ഷിച്ചിരിക്കും, അത് ഉറപ്പാണ്. ഇനി ബുദ്ധമതം അനുസരിച്ച് 5 കാര്യങ്ങളാണ് ഭഗവാൻ ശ്രീബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായിട്ട് അഹിംസ. രണ്ടാമതായിട്ട്, ഒരിക്കലും അന്യരുടെ വസ്തുക്കൾ മോഷ്ടിക്കരുത്. പിന്നെ മൂന്നാമതായിട്ട്, ഒരിക്കലും സ്ത്രീകളെ ഉപദ്രവിക്കുകയോ അവരെ കളിയാക്കുകയോ അവർക്ക് വിഷമമുണ്ടാകുന്ന രീതിയിൽ ഒന്നും പെരുമാറരുത്. പിന്നെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക. പിന്നെ ഒരിക്കലും ഒരു തരത്തിലുള്ള ലഹരി വസ്തുക്കളും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതും ബുദ്ധമതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇനി ശ്രീ മഹാഗണപതി ഭഗവാനെ വിഘ്ന നിവാരണത്തിൻ്റെ ദൈവമായിട്ട് ബുദ്ധമതം കാണുന്നുണ്ട്. ബാക്കിയെല്ലാം അന്ന് നേരത്തെ ഒരു എപ്പിസോഡ് ഞാൻ പറഞ്ഞിരുന്നു. ഭഗവാൻ ശ്രീബുദ്ധൻ പറയും, പിന്നെ വിശ്വാസികളോട് പറയും ദൈവം ഉണ്ടെന്ന് പറയും, വിശ്വാസം ഇല്ലാത്തവരോട് പറയും ദൈവം ഇല്ലെന്ന് പറയും. അതേസമയം പിന്നെ കൺഫ്യൂഷനുള്ള ആളുകളോട് പറയും നിങ്ങൾ ധ്യാനത്തിലിരിക്കുക, അപ്പം നിങ്ങൾക്ക് ദൈവത്തിനെ അനുഭവിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ 3 രീതിയിലാണ് ഭഗവാൻ ശ്രീബുദ്ധൻ ആളുകളെ സംശയം തീർത്തു കൊടുത്തത്. അതുകൊണ്ടുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരിക്കലും പിന്നെ ശ്രീബുദ്ധനോട് ദേഷ്യം തോന്നത്തില്ല. കാരണം അവരുടെ ആഗ്രഹം അനുസരിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞത്. ആരെയും ദ്രോഹിക്കരുത് അല്ലെങ്കിൽ ആരെയും ഉപദ്രവിക്കരുത് എന്നുള്ളതാണ് ശ്രീബുദ്ധ ഭഗവാന്റെ ആഗ്രഹം. അതാണ് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച്. ഇനി ശാസ്ത്രം എന്ത് പറയുന്നതെന്ന് നോക്കാം. സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ട്, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു വെർഷൻ പറയുന്നത്, അത് നല്ലതായാലും ചീത്തയായാലും കിട്ടും. നല്ല കാര്യം നമ്മൾ ചെയ്താലും നമുക്ക് നല്ലത് കിട്ടും, ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ അത് നമുക്ക് ചീത്തയായിട്ടുള്ള അനുഭവമായിരിക്കും എന്ന് എൻ്റേതായിട്ടുള്ളൊരു വെർഷനും കൂടെ ഞാൻ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നന്ദി, നമസ്കാരം.